കണ്ട കണ്ട ഹാസ്യവും അഭിനയവും അനുകരണവും മാത്രമല്ല പാട്ടും തന്റെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് തെളിയിച്ചു ഒരു കലാകാരൻ. ഒരു പാട്ട് പാടി നിങ്ങളോട് കൂട്ടുകൂടാൻ എത്തുന്നത് നമ്മുടെ സ്വന്തം ടിനി ടോം. എങ്കിൽ ഞങ്ങൾ പോകാതെ ഇരിക്കടോ. സുനാമി മുഖമൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ? പാടാത്തവരുണ്ടെങ്കിൽ പാട്ട് ഇഷ്ടമല്ലാത്തവർ ഉണ്ടെങ്കിൽ അവർ ലോക ക്രിമിനലായിരിക്കും. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. പാട്ട് ഇഷ്ടമല്ലാത്തവർ ഉണ്ടെങ്കിൽ അവർ ലോക ക്രിമിനലായിരിക്കും. അല്ല, അവരെ പിടിച്ച് ജയിലിലിടണം. ആദ്യം ഈ സംസാരിക്കുന്ന വ്യക്തിനെ ആദ്യം അറസ്റ്റ് ചെയ്ത് ലോകപ്പിലാണ്. എവറി ജൻ സോങ് ആണ്. 3 പാട്ടുകൾ കോർത്തിണക്കാണ്. കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. അതിന്റെ വേർഷൻ മാറ്റുകയാണ്, അതിന്റെ സ്പീഡ് കൂട്ടുകയാണ്. നേരെ ചൊവ്വേ സംസാരിക്കാൻ പോലും കഴിവില്ലാത്തവൻ ഗാനമേളയ്ക്ക് പാട്ട് പാടുന്നു. ആരും ഇതുവരെ കേൾക്കാത്ത ഒടുക്കത്തെ ഇംഗ്ലീഷ് മിക്സിംഗ് സോങ് ഞങ്ങൾ ആരംഭിക്കുന്നു. ഏതാ നിന്റെ രാജ്യം? കോഴിക്കോടെ. കുതിരവട്ടമല്ലല്ലോ. എന്താടാ ഈ കാട്ടി വച്ചിരിക്കണേ? ഇങ്ങനൊരു പുതിയ സ്റ്റൈലിലാണ് ഇന്നത്തെ ഗാനമേളയിൽ നമ്മൾ ഈ പാട്ട് പാടാൻ പോകുന്നത്. എങ്ങനെയുണ്ട്? നമ്മുടെ പെങ്ങന്മാരെ നീഗ്രോകളെ കൊണ്ട് കെട്ടിക്കുന്ന പോലെ ഉണ്ട് സാർ. ഇനി ആ പാട്ട് പാടിയ നിന്നെ ഞാൻ കൊല്ലും. പള്ളിക്കാരും പട്ടക്കാരും വീട്ടുകാരും നാട്ടുകാരും പാർട്ടിക്കാരും പോലീസുകാരും ചവിട്ടിക്കൂട്ടും ഓർത്തോട്ടാ. ഇയാൾ എന്തായി കാണിക്കുന്നത്? എന്താ സാർ കട്ട് പറഞ്ഞത്? കൂടുതൽ നന്നായി പോയോ? ഒറ്റ കീറ് വെച്ചതാണല്ലോ. ത്രില്ലർ വരും, കോപ്പ് വരും എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണിയാൻ കുത്തിപ്പിടിക്കും. പട്ടിയുടെ വാല് 12 കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്. കടുപ്പം കുറച്ച് പറ, എന്നാലല്ലേ ഞങ്ങൾക്കും കൂടി ഒന്ന് ഇഴുകി ചേരാൻ പറ്റത്തുള്ളൂ. ആശ്വാസമായി.